ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇന്ന് April 18, 2025 ഫ്രൈഡേ ആണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 9 മണി 9:30 ആയിട്ടുണ്ട്. ഇന്നലെ കിടന്നപ്പോൾ നല്ല ലേറ്റായി. കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേരെന്ന് വെച്ചാൽ 2-3 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചിട്ട് കിടന്നപ്പോൾ നല്ല ലേറ്റായി. സോ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമുക്കപ്പോൾ ഞാൻ ഓർത്ത് ബർത്ത്ഡേക്ക് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഒന്ന് വ്ളോഗാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുക്കുന്ന വ്ളോഗാണ്. സോ വർക്കൗട്ട് ആവുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ വിട്ട് കളയാം. ഫസ്റ്റ് ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം, ഫ്രഷ് ആയിട്ട് വരാം. എനിക്ക് ഉറക്കം നല്ല തലയിൽ നിൽക്കുന്നുണ്ട്. സോ ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ഞാനങ്ങനെ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ ഉമ്മച്ചി അടുക്കളയിൽ കാര്യമായിട്ട് എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നുണ്ട്. ഫ്രൈഡ് റൈസ് വെക്കുന്നുണ്ട്, പായസം വെക്കുന്നുണ്ട്. സോ നമുക്കതൊക്കെ പോയി നോക്കാം. അതിന് മുമ്പ് ഞാൻ എന്തായാലും ഇന്ന് പടത്തിന് വരുന്നതാണ്. ആലപ്പുഴ ജിംഖാന കാണണമെന്ന് ഞാൻ ചെയ്യുന്നതാണ്. എന്തായാലും ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഇവിടെ ഉമ്മച്ചി അത്തമ്മച്ചിയേ ഉള്ളൂ, അവർ രണ്ടുപേരേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവരെയും കൂടെ കൊണ്ടുപോയാലും ആലോചിക്കുവാണ്. അവർ കുറേ നാളായിട്ട് പറയുന്നുണ്ട് ഒരു പടത്തിന് പോകാം, പടത്തിന് കൊണ്ടുപോകാനൊക്കെ ഇങ്ങനെ തമാശ കിട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നിടത്ത് അവർക്ക് കൂടെ ടിക്കറ്റ് എടുക്കാം, അവരെയും കൂടെ നമുക്ക് കൊണ്ടുപോകാം. അവരോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, അവർക്ക് സർപ്രൈസ് ആയിരിക്കും. അപ്പോൾ നമുക്കെന്തായാലും ആശീർവാദിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. വന്നിട്ട് ഉമ്മച്ചി ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ കാര്യങ്ങൾ. ഇന്നത്തെ ബർത്ത്ഡേയുടെ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ല. എനിക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ. വീട്ടിൽ ഇങ്ങനത്തെ കുറച്ച് ചെറിയ 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 ആഘോഷങ്ങളേ ഉള്ളൂ. സോ ഇന്നത്തെ അങ്ങനത്തെ സിനിമയ്ക്ക് പോകുന്നതും ഉമ്മച്ചി ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഓക്കെ, നമ്മൾ ഉമ്മച്ചിയുടെ സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പോയിട്ട് വരാം. ബൈ. ഗൈസ്, ഉമ്മച്ചി ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നുണ്ട്. എന്തോ പരിപാടി? മോന്റെ ബർത്ത്ഡേ അല്ലേ, നമുക്ക് ഫ്രൈഡ് റൈസും. വ്ളോഗില്ല. ഹായ് പറ. ഹായ്. ഉമ്മച്ചിയായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. ആദ്യമായിട്ടല്ല, നമ്മൾ ഫസ്റ്റ് വ്ളോഗിൽ ഉമ്മച്ചി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴാണ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഉമ്മച്ചി ഇവിടെ കാര്യമായിട്ട് ബർത്ത്ഡേ ആയതുകൊണ്ട് ഫ്രൈഡ് റൈസും പായസം ഒക്കെ വെക്കുന്നുണ്ട്. ഇത് ഇവിടെ വരെ പരിപാടിയൊക്കെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മച്ചി ഇതുവരെ ഇത് വിട്ടിട്ടില്ല. ഞങ്ങൾ പായസം ഉണ്ടാക്കുകയാണ്. വീഡിയോ എടുക്കുന്നുണ്ട്. ഉമ്മച്ചിക്ക് അത് ഉള്ളതാണ്, പണ്ട് തൊട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിന്ന് സിനിമയ്ക്ക് വല്ലോ അമ്മ? ടിക്കറ്റ് കിട്ടുമോ? ടിക്കറ്റ് കിട്ടുവാണോ? സിനിമയാ? ആലപ്പുഴ ജിംഖാന ഇതാണോ റീറ്റോ? അങ്ങനെയും പറയാം. പക്ഷെ ഞാനെന്തായാലും ഒറ്റയ്ക്ക് വരുന്നതാണ്. അപ്പോൾ അമ്മച്ചി അത്തമ്മച്ചിയും കൂടെ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ കൂടെ കൊണ്ടുവന്ന് വിചാരിച്ച് നമുക്ക് അത്തമ്മച്ചി എടുത്തോടെ പറഞ്ഞിട്ട് വരാം. തപ്പച്ചി, സർപ്രൈസ് ഉണ്ട്. നമുക്കിന്ന് സിനിമയ്ക്ക് പോവാം. സിനിമയ്ക്ക് പറയേണ്ട താമസം എൻ്റെ പൊന്നെ. ടിക്കറ്റൊക്കെ എടുത്ത് ശരിക്കും ശരിക്കും പറ്റിക്കുന്നതല്ല, കളിപ്പിക്കല്ലേടാ. ഞാൻ വരാനൊരുക്കി ഇറങ്ങിയതാ, ഞാൻ വരാൻ വേണ്ടി വരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഉമ്മച്ചിയെടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മച്ചിയെടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉമ്മച്ചി ഇവിടെ ആദ്യമായിട്ട് കാണുന്ന പോലെ വലിച്ച് അഭിനയിക്കുമായിരുന്നു. ഉമ്മച്ചിയെടുത്ത് അഭിനയിക്കാൻ പറഞ്ഞ അറിയത്തില്ല അമ്മ. സോ ഗൈസ്, ഞാൻ എന്തായാലും ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും പിന്നെ പായസവും വെക്കാം. അത്തമ്മച്ചി അഭിനയിക്കുന്നതാണ് ഗൈസ്. അത്തമ്മച്ചിക്ക് വ്ളോഗ് എടുക്കുവാണ്. അത്തമ്മച്ചിക്ക് നല്ല രീതിയിൽ അറിയാം നമ്മൾ വ്ളോഗ് എടുക്കുവാണ്. അതുകൊണ്ട് അത്തമ്മച്ചി ആഘോഷിക്കുമായിരിക്കും, നമ്മൾ ആഘോഷിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. അത്തമ്മച്ചി ശരിക്കും ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. അത്തമ്മച്ചി നോർമലായിട്ട് സംസാരിച്ചേ. ഒരു ഹായ് പറ എല്ലാവരോടും. ഹാപ്പി ബർത്ത്ഡേ മോന്റെ. ഹൈ. ഓക്കെ, നമുക്ക് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. നമുക്ക് എന്തായാലും ഇവിടുത്തെ പരിപാടിയൊക്കെ നടക്കട്ടെ. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, 23-ാം തീയതി ഉമ്മച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി നമുക്ക് സൂപ്പറാണ്. അതെ, ഞാൻ 18-ാം തീയതി April 18 ജനിച്ചു. April 25-ാം തീയതി കല്യാണം. അങ്ങനെ അപ്പോൾ ആദ്യം കല്യാണം ഞാൻ ജനിച്ചിട്ടാണ് തമാശ പറഞ്ഞാണ് ഗൈസ്, രാത്രി പൊട്ടനൊന്നുമല്ല. അങ്ങനെ പായസമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. സെമിയ പായസം അല്ലേ? അതെ, ഉമ്മച്ചി മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് പായസം ഉണ്ടാക്കുവാണ്. ഓക്കെ, ഉണ്ടാക്ക്. നമുക്ക് അത്തമ്മച്ചി എന്ത് ചെയ്യുവാൻ നോക്കാം. എനിക്ക് എത്ര വയസ്സായെന്നറിയോ? നിനക്ക് 22 വയസ്സ് കഴിഞ്ഞു. 23 വയസ്സായി ഗൈസ്. അപ്പോൾ 23-ാമത്തെ ബർത്ത്ഡേ ആണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ബർത്ത്ഡേ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അത്തച്ചി രാവിലെ വിളിച്ചായിരുന്നു, വെളുപ്പങ്കാലത്ത് വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. അക്കു വിളിച്ചു, പിന്നെ കുറേ കൂട്ടുകാർ വിളിച്ചു. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. എല്ലാവരോടും താങ്ക്സ്, നന്ദിയുണ്ട്. ഓക്കെ, അങ്ങനെയാണ് അല്ലേ?
ഞാൻ എപ്പോഴും സീരിയലിൻ്റെ മുന്നിലല്ലേ. അവിടുന്ന് മാറിയിട്ട് വേണമല്ലോ സിനിമയ്ക്കൊരു മോഹം വരാൻ. സിനിമ ഒന്നും എൻ്റെ മനസ്സിൽ ഇപ്പോൾ കയറാറേ ഇല്ല. ഇപ്പോൾ സീരിയലേ എന്ന് പറഞ്ഞ് കിടക്കുക. ഞാൻ പഴയ മനുഷ്യത്തിയാണ്. 77 വയസ്സോ. അത്തമ്മച്ചി എടുത്ത് നീ വ്ളോഗ് എടുക്കുവാന്ന് പറയാതെ വ്ളോഗ് എടുക്കേണ്ടി വരും. കാരണം അത്തമ്മച്ചി ഇങ്ങനെ വ്ളോഗ് എടുക്കുന്ന കണ്ട് അത്തമ്മച്ചി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ അങ്ങനെയൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ ജീവിതം ഞാൻ പറഞ്ഞു ഇവിടെ അവിടുന്ന്. അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. നമുക്ക് ഓരോന്ന് റെഡി ആയിട്ട് കാണിച്ചു തരാം. എടുക്കും. ഹലോ, കറക്റ്റ് കഴിക്കാൻ സമയം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാനൊരു 4 മണിക്കാണ് നമുക്ക് സിനിമയ്ക്ക് പോകേണ്ടത്. അപ്പോൾ 3:30 ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതുവരെ ഞാനൊന്ന് കിടക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം കിടന്നിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇവിടെ സമയം 3:30 ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അത്തമ്മച്ചിയൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പോവാം. ഉമ്മച്ചി വണ്ടി എടുത്ത് പോവാണ്. നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. ഞാനും അത്തമ്മച്ചി വേറെ സ്കൂട്ടറിൽ, ബൈക്കിൽ, ഉമ്മച്ചി സ്കൂട്ടറിൽ. പറ്റാ വിട്ടോ, വന്നേക്കാം. നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് തിയേറ്ററിൽ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അത് മിസ്സായി. കാരണം ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. നല്ല മഴയെന്ന് വെച്ചാൽ നമ്മൾ നനഞ്ഞുകൊണ്ടാണ് വീട്ടിലെത്തിയത്. അവർ ഉമ്മച്ചി നനഞ്ഞു, അത്തമ്മച്ചി നനഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു പടം? അതെ, അത്തമ്മച്ചിക്കൊക്കെ പടം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തമ്മച്ചി അവിടെ കുറേ ചിരിക്കുന്നുണ്ടായിരുന്നു. കുറേ സീനൊക്കെ വന്നപ്പോൾ അത്തമ്മച്ചിക്കും പടം കണക്റ്റായി. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും പടം ഇഷ്ടപ്പെട്ടു. അടിപൊളി പടമായിരുന്നു. എങ്ങനത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ? അതെ, ഉമ്മച്ചി അത്തമ്മച്ചൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. കുറേ നാൾക്ക് ശേഷമല്ലേ പടത്തിന് വന്നത്? കുറേ നാൾക്ക് ശേഷം പടത്തിന് പോയത്. ഇന്ന് മോൻ്റെ ബർത്ത്ഡേ നല്ല ആഘോഷമാക്കി. അതെ, ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളും പരിപാടിയൊക്കെ. നമുക്ക് തിയേറ്ററിൽ വെച്ചൊരു വീഡിയോ എടുക്കാത്തതിന് നല്ല വിഷമമുണ്ട്. കാരണം അവിടെ വെച്ച് റിവ്യൂ എടുക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഇവരുടെ ഒരു റിവ്യൂ അവിടെ വെച്ച് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നടന്നില്ല. നല്ല മഴയായിരുന്നു. നമ്മൾ നനഞ്ഞ് ഊറ്റുവരെയാണ് എത്തിയതല്ലേ. ഇവിടെ എത്തിയപ്പോഴത്തേനും മൊത്തം. അതെ, അത്തമ്മച്ചയൊക്കെ കുറെ നാൾക്ക് ശേഷം മഴ നനഞ്ഞു. അത്തമ്മച്ചി ആദ്യമായിട്ട് ഹെൽമെറ്റ് വെച്ച് എൻ്റെ കൂടെ ബൈക്കിൽ വന്നു. അത്തമ്മച്ചി അങ്ങനെ ആദ്യമായിട്ടാണ്, അങ്ങനെ അവിടെ പോവാറില്ല. അത്തമ്മച്ചി എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. അത്തമ്മച്ചി മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ഇതൊക്കെയാണ് എൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ കാണാം. ഓക്കെ, നമുക്കപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.